ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു? ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി ടൈം നിങ്ങളോട് സംസാരിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം. ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവർ കാരണം നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും ഒരു സെപ്പറേഷനിൽ പോയിട്ടുണ്ടാവാം. അവരുടെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അതിൻ്റെ പേരിൽ അവർക്കൊരുപാട് ഗിൽറ്റ് ഫീൽ ആവുന്ന ഒരു സമയം കൂടിയാണ്. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് മറ്റേതൊക്കെയോ ചില കാര്യങ്ങളിലേക്ക് അവർ ഓവറായിട്ട് ഫോക്കസ്ഡ് ആയി പോയിട്ടുണ്ടാവാം. ഒരു പക്ഷേ അത് അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് കൂടി ഒന്ന് നോക്കാം. ഈ വ്യക്തി ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. ചില കാര്യങ്ങൾക്കൊക്കെ സൊല്യൂഷനൊക്കെ കണ്ടെത്താനുണ്ട്. ഫിനിഷ്ഡ് ആവാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് എന്നും ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് പുതിയതായിട്ടൊരു ചാപ്റ്റർ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആ വ്യക്തി ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവാം, അവർ ഡെയിലി പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടാവാം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് യാതൊരു ഇമോഷൻസും ഇല്ല, അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങൾ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാം റിവേഴ്സായിട്ടാണ് അവരുടെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോരോ മൊമെൻറ്റ്സും അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾ ഒന്നിച്ച് പറഞ്ഞിരുന്ന തമാശകൾ, ഒരു ദിവസം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ദിവസം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത്, ഇതൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അത്രയും നല്ലൊരു ലൈഫ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യണം. അതിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു സോൾ കോൺട്രാക്റ്റ് ആണ്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഈ ഒരു ലൈഫിലല്ല, ഒരുപാട് നാളുകളായിട്ടുള്ള പ്രണയബന്ധം, അതായത് പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറയുന്ന കണക്ക് കഴിഞ്ഞ ജന്മാന്തരങ്ങളായിട്ട് ബന്ധമുള്ളൊരു പേഴ്സൺ. അതുകൊണ്ടാണ് ഈ ഒരു സോൾ കോൺട്രാക്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പേഴ്സണെ നിങ്ങൾ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഇവരോടൊരു പ്രത്യേക അട്രാക്ഷൻ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ലവ് ആറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കണ്ട മാത്രയിൽ ഒരു ഇഷ്ടം ഉണ്ടായ ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തിനോടൊക്കെയോ ഒരു റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ടാവാം ആ ഒരു സമയത്ത്. ആ ഒരു ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും പ്രഷ്യസ് ആയിരുന്നു. ഇപ്പോഴും ആ ഒരു മെമ്മറീസ് നിങ്ങളുടെ മനസ്സിൽ നല്ല ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അത്രയും നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട് ആ മൊമെൻറ്റ്സ് ഒക്കെയും. അതൊക്കെ ആ ഒരു സോൾ കോൺട്രാക്റ്റിനെയാണ് കാണിക്കുന്നത്. ഒരു സോൾ ടൈ ഒക്കെ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അത്രയും ഇൻറ്റൻസ് ആണ്. ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ടുള്ളത് തന്നെയാണ്.
എപ്പോഴും നിങ്ങളോടൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ഈ വ്യക്തിയുടെ ഒരു നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് അവർ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പലരും പല കാര്യങ്ങളും അവർ നിങ്ങളോട് തുറന്ന് പറയാൻ മടിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അവരെപ്പോഴും അവരുടെ ഭാഗത്താണ് ശരി, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം ഓക്കെ ആണ്, നിങ്ങൾ അതുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് വരണം, ഇങ്ങനെയൊക്കെ ശാഠ്യം പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവർ പല കാര്യങ്ങളും നിങ്ങളോട് എപ്പോഴും കള്ളങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും നിങ്ങളോട് അവർ സത്യസന്ധത പാലിക്കാത്തൊരു വ്യക്തി തന്നെയാണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ തന്നെ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ നിങ്ങളുടെ തെറ്റുകൾ എപ്പോഴും അവരെടുത്ത് പറയുന്നുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചാൽ പോലും അതിനെ കൂടുതൽ വലുതാക്കി അവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേകതരമായ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാം. അതൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ സെപ്പറേഷനിൽ പോയ വ്യക്തികളെ കാണുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവരെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ എക്സ്പ്രസീവ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു വേസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോവില്ലായിരുന്നു. ഓക്കെ, ആൻഡ് അവർക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്നൊരു സമയമാണ്. അവർക്ക് തന്നെ അവരോടൊരു അൺവർത്തി ആയിട്ട് അവർക്ക് അതിനെ സ്വയം ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. അതായത് നിങ്ങളാണ് ബെറ്റർ പേഴ്സൺ, ഞാൻ കുറച്ച് റൂഡായിട്ട് നിങ്ങളോട് പെരുമാറി, ഇങ്ങനെയൊക്കെ കുറേ കുറ്റബോധങ്ങൾ അവർക്ക് ഉണ്ടാവുന്നൊരു സമയമാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ഈ വ്യക്തിയുടെ തന്നെ ചില പ്രത്യേക ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റാത്ത, ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ, കുറേ ക്യാരക്ടേഴ്സ്, കുറേ ബിഹേവിയർ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ട്. ആ വ്യക്തിയുടെ ചില പെരുമാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എനർജിയിൽ കൂടുതലായിട്ട് കാണുന്നത്. വളരെ കുറച്ച് പേർക്കാണ് അത് ചില ഇഷ്യൂസ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ ഒക്കെ ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് പേർക്ക് അതൊരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. അത് അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.